അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തീർന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. എൻ്റെ പേര് ക്ലിൻറ്റോ. ഞാൻ ചന്ദ്രനഗർ ഇടവക അംഗമാണ്. എൻ്റെ വൈഫിന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. ഞങ്ങളുടെ കല്യാണം 2021 കഴിഞ്ഞത്. അപ്പോൾ ഞാൻ എൻ്റെ കല്യാണം കഴിയുമ്പോൾ പുള്ളിക്കാരി CMA കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫൈനൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ 2021 കല്യാണം കഴിഞ്ഞു. 21 ആദ്യത്തെ കുഞ്ഞായി, 23 രണ്ടാമത്തെ കുഞ്ഞായി. അപ്പോൾ കുഞ്ഞുങ്ങളുള്ള കാരണം കൊണ്ട് പുള്ളിക്കാരിക്ക് രാവിലെ ഒന്നും പഠിക്കാൻ പറ്റില്ല. രാത്രി 3 മണി വരെ, പുലർച്ചെ 3 മണി വരെയൊക്കെ ഇരുന്നിട്ട് പഠിച്ചിട്ടാണ് എക്സാം എഴുതുന്നത്. 2024 ആദ്യത്തെ ഗ്രൂപ്പ് ഫൈനലിൽ 2 ഗ്രൂപ്പുണ്ട്, ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ്. അതിൽ ആദ്യത്തെ ഗ്രൂപ്പ് പാസ്സായി 2024. ഞാൻ സാക്ഷ്യം പറഞ്ഞിരുന്നു. 4000 വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് തമ്പുരാൻ സഹായിച്ച് അതിൽ പാസ്സായി. ഭാര്യയുടെ പരീക്ഷയിൽ വിജയം, CA പരീക്ഷയിൽ വിജയം നിൽക്കാൻ വേണ്ടി 4000 വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഭർത്താവ് ആ പരീക്ഷയിൽ വിജയിച്ചു, അതിൽ വിജയിച്ചു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഗ്രൂപ്പിൽ ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഉണ്ട്. ആ സബ്ജക്റ്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ 9 അറ്റംപ്റ്റ് എഴുതിയിട്ടാണ് CA പാസ്സാവുന്നത് ഫൈനലിൽ. അതിൽ അവസാനത്തെ അറ്റംപ്റ്റിൽ മാത്രമേ ഞാൻ ആ പരീക്ഷ പാസ്സായിട്ടുള്ളൂ. അപ്പോൾ എനിക്കറിയാം അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അടുത്ത അറ്റംപ്റ്റിൽ പുള്ളിക്കാരി എഴുതുന്ന സമയത്ത് വീണ്ടും ഞാൻ 4000 വിശ്വാസ പ്രമാണം ചൊല്ലി. ഓരോ സബ്ജക്റ്റിനും ഓരോ 1000 വിശ്വാസ പ്രമാണം വെച്ച് 4000 ചൊല്ലി. പക്ഷേ അതിൽ ജയിച്ചില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത അറ്റംപ്റ്റ് വന്നു. അതിൽ ഞാൻ 8000 വിശ്വാസ പ്രമാണം ചൊല്ലി. ഇനിയിപ്പോൾ ഒരു പഠിക്കാനുള്ള ബുദ്ധിമുട്ടിന് 1000 വെച്ചിട്ടും എക്സാം എഴുതാനുള്ളതിന് വെച്ചിട്ട് 1000 വെച്ചിട്ടും എഴുതി. അതിലും പുള്ളിക്കാരി പാസ്സായില്ല. അപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടായി. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കേണ്ട പുള്ളിക്കാരി 3 മണി വരെ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കർത്താവ് തരാനുള്ളതാണെങ്കിൽ തരും, കൈവിടില്ല, തമ്പുരാൻ കൈവിടത്തില്ല. അപ്പോൾ ഞാൻ കുർബാനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിന്നെ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിയില്ല. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു തീരുമാനിച്ചു. അതായത് അച്ഛൻ പറയാറുണ്ട് ഞായറാഴ്ചകളിൽ പഠിക്കുക, ജോലി ചെയ്യുക, അങ്ങനെയുള്ള ചെയ്യരുത്. അപ്പോൾ പുള്ളിക്കാരി ഞായറാഴ്ച പഠിച്ചിരുന്നു. ഞായറാഴ്ച പഠിക്കേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞായറാഴ്ചകളിൽ പഠിച്ചില്ല. എന്നിട്ട് ഇൻകം ടാക്സിൻ്റെ എക്സാം വരുന്നത് തിങ്കളാഴ്ചയാണ്. ഞായറാഴ്ച അന്ന് പഠിക്കാണ്ട് പുള്ളിക്കാരി പോയി. തിങ്കളാഴ്ച എക്സാം എഴുതി. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, തോൽക്കും തന്നെ, അങ്ങനെയുള്ളൊരു അവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്കും ഭയങ്കര വിഷമമായി. കാരണം ഞാൻ പറഞ്ഞിട്ടാണ് ഞായറാഴ്ച പഠിക്കേണ്ടതെന്ന് വെച്ചത്. ഇത് 2 കുഞ്ഞുങ്ങളും പറയാനുള്ള കാരണം അച്ഛൻ പറഞ്ഞിട്ടാണ്. 2 കുഞ്ഞുങ്ങളുമായി. ഇൻ്ററൊക്കെ പുള്ളിക്കാരി ഫസ്റ്റ് അറ്റംപ്റ്റിൽ എടുത്തതാണ്. എന്നെ ഭയങ്കര ബുദ്ധിയായിന്. പക്ഷേ എന്താ ചെയ്യുക, ഇപ്പോൾ 2 കുഞ്ഞുങ്ങളായിട്ട് പഠിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് പാസ്സാവാത്തതാണ്. അപ്പോൾ അടുത്തൊരു പേപ്പറും കൂടി ഉണ്ടായിരുന്നു. അതും ദൈവം സഹായിച്ചിട്ട് എളുപ്പമായിരുന്നു. അങ്ങനെ 3 പേപ്പർ ദൈവം സഹായിച്ച് എളുപ്പമായിരുന്നു. ഒരു പേപ്പർ ഭയങ്കര ടഫ്, അത് ഈ ഇൻകം ടാക്സ് ആണ്. ഞാൻ പിന്നെ റിസൾട്ടിൻ്റെ സമയമായി. കഴിഞ്ഞ 5-ാം തീയതിയാണ്, ഓഗസ്റ്റ് 5-ാം തീയതിയാണ് റിസൾട്ട് വന്നത്. ആ ഇൻകം ടാക്സിൽ 40 മാർക്ക്, 100ൽ 40 വേണം, 40 മാർക്ക് കിട്ടി, അതിൽ പാസ്സായി. പിന്നെ ബാക്കി 3 പേപ്പറിൽ അഗ്രിഗേറ്റ് വേണം, ഒക്കെ കൂടെ വന്നിട്ട് 200 മാർക്ക് വേണം 400ൽ. അതിന് 204 മാർക്ക് കിട്ടി. അങ്ങനെ 2 ഗ്രൂപ്പും പാസ്സായി. എൻ്റെ ഭാര്യ ദൈവം സഹായിച്ചിട്ട് CMA ആയി. യേശുവേ നന്ദി. യേശുവേ. 2 CA-കാരാണ്. ക്ലിൻറ്റോയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാണ് കിട്ടിയത്.